ഇതാണ് ഇന്നത്തെ പാക്കിന് വേണ്ട ഐറ്റംസ്. ഗോതമ്പ് പൊടി, ആലോവേറ ജെല്ല്, ബീട്രൂട്ട് ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ്, ഐസ്, ഹണി. ഒരു ബൗൾ 3 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി എടുക്കാം. നെക്സ്റ്റ് ഐറ്റമാണ് ആലോവേറ ജെല്ല്. അതും ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. തേർഡ് ഐറ്റമാണ് ബീട്രൂട്ട് ജ്യൂസ്. അതും ഒരു 3 ടേബിൾ സ്പൂൺ, 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് ജ്യൂസാണ് എടുക്കേണ്ടത്. ക്യാരറ്റ് ജ്യൂസും ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് ഹണി ഒരു 1 ടേബിൾ സ്പൂൺ മതി. ഹണി എന്ന് വെച്ചാൽ അധികം ആവശ്യമില്ല, ഒരു കുറച്ച് മതി. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഈ പാക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഐസ് കൊണ്ട് നല്ലോണം ക്ലെൻസ് ചെയ്യുക. ഐസ് കൊണ്ട് ക്ലെൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലതാണ്. ഇപ്പോൾ പാക്കൊക്കെ പെട്ടെന്ന് ഒബ്സർവ് ആവാൻ ഹെൽപ്ഫുള്ളായിരിക്കും. ഐസ് കൊണ്ട് ക്ലെൻസ് ചെയ്യുവാണെങ്കിൽ അത് നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ട് പാക്ക് ഇട്ട് കൊടുക്കുക. പാക്ക് ഫുൾ ഫേസും നെക്കും ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കുറച്ചും കൂടെ നല്ലത്. ഫേസിൽ മാത്രം ഇടുകയാണെങ്കിൽ കളർ ഡിഫറൻസ് ഉണ്ടാവും. നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം. ഫുൾ ഫേസും നെക്കും അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. കോട്ടൺ പാഡും കൂടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഫേസ് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യുക. ഫേസ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല റിസൾട്ട്. അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് കണ്ടില്ല വ്യത്യാസം? അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഓക്കെ.